നമസ്കാരം. ബി.ജെ.പിയുടെ ബീഹാർ സ്വപ്നങ്ങളുടെ കാവൽക്കാരനും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുശീൽ കുമാർ മോദി വിട പറയുമ്പോൾ ബി.ജെ.പിയുടെ സൗമ്യമുഖങ്ങളിൽ ഒന്നുകൂടി അസ്തമിക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശീയ സ്വപ്നങ്ങൾക്ക് അടിത്തറ ഉറപ്പിക്കും വിധം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ പാർട്ടിയെ വളർത്തിയ നേതാവ് കൂടിയാണ് സുശീൽ കുമാർ മോദി. അതേസമയം ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ സുശീൽ കുമാർ മോദിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അമിത്ഷാ. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് ഇരുവരും അനുശോചനം രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് ബീഹാറിൽ നിന്നുമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ബീഹാറിൽ നിന്ന് അന്ന് ജയപ്രകാശ് നാരായണൻ നയിച്ച പ്രക്ഷോഭമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ആദ്യമായി കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിയത്. ജയപ്രകാശ് നാരായണൻ തുടങ്ങിവെച്ച രാഷ്ട്രീയ മാറ്റം നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ ഉദയത്തിന് വഴിയൊരുക്കി. ഇതിനൊപ്പം നമ്മൾ എപ്പോഴും ചേർത്ത് വായിക്കേണ്ട പേരാണ് സുശീൽ കുമാർ മോദി എന്ന പേരും. അടിയന്തരാവസ്ഥയ്ക്കെതിരായ വിദ്യാർത്ഥി സമരങ്ങളിലൂടെയാണ് സുശീൽ കുമാർ മോദി ബീഹാർ രാഷ്ട്രീയത്തിൽ ചുവടുവെക്കുന്നത്. പട്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായിരുന്നു പഠനകാലത്ത് സുശീൽ കുമാർ മോദി. അന്ന് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു യൂണിയന്റെ പ്രസിഡന്റ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണൻ തുടങ്ങിവെച്ച പ്രക്ഷോഭങ്ങളുടെ ഭാഗമായ സുശീൽ കുമാർ മോദി വിദ്യാർത്ഥി സമരങ്ങളുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ വിദ്യാർത്ഥി സമരങ്ങൾക്കും നേതൃത്വം നൽകി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഘപരിവാർ രാഷ്ട്രത്തിനൊപ്പം സഞ്ചരിച്ച മോദി 1977 മുതൽ 80 കാലത്ത് ABVP നേതൃത്വത്തിൽ എത്തി. സംസ്ഥാനത്തെ പ്രമുഖ നേതാവിലേക്കുള്ള വളർച്ച, ജനകീയമായ MLA, പ്രതിപക്ഷ നേതാവ്, മന്ത്രി, ലോക്സഭാ അംഗം, ഉപമുഖ്യമന്ത്രി, രാജ്യസഭാ അംഗം എന്നിങ്ങനെ ഇന്ത്യൻ രാഷ്ട്രത്തിൽ വിസ്മരിക്കപ്പെട്ട തരത്തിലേക്ക് സുശീൽ കുമാർ മോദി വളർന്നു. ബീഹാറിൽ ബി.ജെ.പിയുടെ ഉയർച്ചയ്ക്ക് കാരണമായ 5 ഘടകങ്ങളെല്ലാം സുശീൽ കുമാർ മോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു. 1990-ലാണ് സുശീൽ കുമാർ മോദി അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ യാത്ര ആരംഭിക്കുന്നത്. പട്ന സെൻട്രൽ സീറ്റിൽ മത്സരിച്ച് ജയിച്ച സുശീൽ കുമാർ ബീഹാർ നിയമസഭയിൽ ബി.ജെ.പിയുടെ ചീഫ് വിപ്പായി. 2010-ൽ ഭരണ തുടർച്ച ലഭിച്ച NDA സർക്കാരിലും നിതീഷ് കുമാറിനൊപ്പം സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയായി തുടർന്നു. 2011 ജൂലൈയിൽ GST സംബന്ധിച്ച് സംസ്ഥാന ധനമന്ത്രിമാരുടെ എംപവേർഡ് കമ്മിറ്റിയുടെ ചെയർമാനായി സുശീൽ കുമാർ മോദിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. GSTയിൽ സംബന്ധിച്ച് സുശീൽ കുമാർ മോദിയുടെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. 6 മാസം മുമ്പാണ് സുശീൽ കുമാർ മോദി അർബുദ രോഗബാധിതയാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണത്തിൽ നിന്നും ഉൾപ്പെടെ സുശീൽ കുമാർ മോദി വിട്ടുനിൽക്കുകയായിരുന്നു. എന്ന് തന്നെയായാലും സുശീൽ കുമാർ മോദിയുടെ വിയോഗം ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ്. കാരണം ബീഹാറിൽ സുശീൽ കുമാർ മോദിയെ പോലുള്ള തന്ത്രം മെനുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇനി നഷ്ടപ്പെടുന്നത് ബീഹാറിൽ ബി.ജെ.പിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്.